ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരുകയാണ്. യോഗത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ചർച്ച ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാറിനെതിരെ നടപടിയെടുക്കേണ്ട കാര്യം ഇന്ന് പരിശോധിക്കുമെന്നും പ്രശാന്ത് പറഞ്ഞു. എന്തായാലും ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ബോർഡ് മീറ്റിംഗിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഈ വിജിലൻസ് റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യണമല്ലോ. അത് ചർച്ച ചെയ്യും. റിട്ടയറായ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് FIR-ൽ പേര് വന്നിട്ടുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ. കുറ്റവാളികളാണ് എന്ന് കോടതി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും അവരുടെ മറ്റ് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ എന്തെങ്കിലും നമുക്ക് പിടിച്ചു വയ്ക്കുവാനോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുതൽക്കൂട്ടുവാനൊക്കെ സാധിക്കുകയുള്ളൂ. സുനിൽകുമാറിൻ്റെ കാര്യം ഇന്ന് ബോർഡ് ചർച്ച ചെയ്യും. സുനിൽകുമാറിൻ്റെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ചും ഇന്ന് ബോർഡ് ചർച്ച ചെയ്യും. RB സനൂപ് വിവരങ്ങളുമായി ചേരുന്നു. സനൂപ്, മുൻ ദേവസ്വം ബോർഡ് തന്നെ പ്രതിപട്ടികയിൽ വന്നിരിക്കെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ കൂടി അന്വേഷണം നീളുമെന്നൊരു ഭയം പ്രശാന്തിനുണ്ടോ? അജിംസ്, നിലവിലിപ്പോൾ 2019 വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരുകയാണ്. പ്രധാനമായിട്ടും ഈ K സുനിൽകുമാറിനെതിരായിട്ടുള്ള നടപടിയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം 2 ഉദ്യോഗസ്ഥരാണ്, പ്രതിപട്ടികയിലുള്ള 2 ഉദ്യോഗസ്ഥരായിരുന്നു ഇപ്പോഴും ഈ ജോലിയിൽ തുടരുന്നത്. അത് ഒന്ന് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന B മുരാരി ബാബുവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറാണ്. മുരാരി ബാബുവിനെ കഴിഞ്ഞ ദേവസ്വം ബോർഡ് യോഗം തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ് അന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ഇപ്പോൾ സർവീസിൽ തുടരുന്ന K സുനിൽകുമാറിനെതിരായിട്ടുള്ള നടപടിയാണ് ഇന്നിപ്പോൾ ബോർഡ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥരുമുണ്ട്. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ കാര്യം പക്ഷേ പെട്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തീരുമാനിക്കാൻ കഴിയുകയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ ബോർഡിന് അധികാരം ഇല്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. അങ്ങനെ 7 പേരാണ്, അതായത് വിരമിച്ച 7 പേരാണ് നിലവിലിപ്പോൾ ഈ പ്രതിപട്ടികയിലുള്ള. ഒന്ന് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന K സുധീഷ് കുമാർ, അതിനോടൊപ്പം തന്നെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന S ജയശ്രീ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ, തിരുവാഭരണം കമ്മീഷണർമാരായ KS ബൈജു, അതുപോലെ RG രാധാകൃഷ്ണൻ, പാളികൾ തിരികെ പിടിപ്പിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന രാജേന്ദ്ര പ്രസാദും അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന K രാജേന്ദ്രൻ. ഇങ്ങനെ 7 പേർ ഉണ്ട്. അപ്പോൾ അവർക്കെതിരെ കൂടി ഉള്ള നടപടി കൂടി എങ്ങനെ വേണം എന്നുള്ളത് ഒരു ചർച്ചയിൽ ഉയർന്നു. പക്ഷേ നടപടിയൊന്നും ഇന്ന് എന്തായാലും ഉണ്ടാകില്ല. അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രം ഈ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും എടുത്താൽ മതി എന്നാണ് ബോർഡ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ പ്രതിപട്ടികയിൽ വന്നിട്ടില്ലെങ്കിലും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പരാമർശമുള്ള ദേവസ്വം സ്മിത്ത് VM കുമാറിനെതിരെ എന്തെങ്കിലും നടപടി വേണമോ എന്നുള്ള കാര്യം കൂടി ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യും. അജിംസ്. ശരി സനു.